പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ചോട്ടാ മുംബൈയുടെ ആ ഒരു ജൈത്രയാത്ര വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം എവിടെയാണ് ഞാൻ നിന്നത് അതേ സ്ഥലത്ത് തന്നെ യാദൃശ്ചികമായി എത്തിച്ചേർന്നതാണ്. ഒരു പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്പം വൈകിപ്പോയി. നല്ല മഴയുണ്ട്, പരക്കെ മഴയുള്ളൊരവസ്ഥയാണെന്നറിയാം. ഈ മഴയെ പോലും അതിജീവിച്ചുകൊണ്ട് ഇന്നും ചോട്ടാ മുംബൈ ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഫസ്റ്റ് ഷോ, ഇനി സെക്കൻഡ് ഷോയും ആ കാര്യത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് ജോസ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഏതായാലും തൃശ്ശൂർ ജോസ് തന്നെ തിയേറ്ററിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. 400-ഓളം പേരിയ്ക്കുന്നൊരു തിയേറ്ററാണെന്നാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും ചിത്രത്തിന് ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ചുട്ട മഴയാണ്. തൃശ്ശൂർ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ട മഴ എന്ന് പറയാം ഞങ്ങൾ തൃശ്ശൂർകാർ. ചുട്ടെടുത്ത മഴയല്ല, ഗംഭീര മഴ എന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രൊണൗൺസിയേഷനായിട്ട് ഞങ്ങൾ കൊളോക്കിലി പറയുന്നൊരു വാക്കാണ് ചുട്ട മഴ. അപ്പോൾ ആ ഒരു ചുട്ട മഴയത്ത് പോലും ലാലേട്ടനെ കാണാനായിട്ട്, തലയെ കാണാനായിട്ട് തൃശ്ശൂരിലെ സിനിമാ പ്രേമികളെല്ലാവരും ഗംഭീരമായിട്ട് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ആകെ ഒരു ജോസ് തിയേറ്ററിലാണ് ഇവിടെ തൃശ്ശൂർ ടൗണിൽ സിറ്റിയിലൊക്കെ ആയിട്ടുള്ളൊരു സിനിമ പ്രദർശിപ്പിക്കുന്നുള്ളത്. പക്ഷേ മറ്റുള്ള തിയേറ്ററുകൾ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നഗരപ്രദേശത്ത് റൗണ്ടിൽ ഈ ഒരു തിയേറ്ററിൽ ഗംഭീര തിരക്കാണ് ഈ സിനിമയ്ക്ക്. മാത്രമല്ല 15-ാം ദിവസത്തിലേക്ക് എന്നുള്ളൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്ന് 8 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 8 ദിവസം പിന്നിടുമ്പോഴും ചിത്രത്തിന് ആളുണ്ട് എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, ദേവദൂതൻ എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡ് ഈ സിനിമ നിഷ്പ്രയാസം വളരെ സിമ്പിളായിട്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെയല്ല, പുഷ്പം പറക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട്, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഈ തലയും കൂട്ടരും ഹിറ്റിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻവർ റഷീദ് പോലും ഇപ്പോൾ ഞെട്ടുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന് അക്കാലത്ത് കിട്ടാത്തയും അത്രയും കൂടുതൽ വലിയ യുവജനങ്ങളുടെ പിന്തുണ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ചില വീഡിയോസിൽ കണ്ടു, ചില വയസ്സായ സ്ത്രീകൾ വരെ പോയിട്ട് താളം തുള്ളുകയാണ് ഈ സിനിമയുടെ പാട്ടിനൊപ്പം. വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു ലാലേട്ടൻ ഫാനിൻ്റെ അമ്മ സിനിമയ്ക്ക് പാതിരാത്രി കവിത തിയേറ്ററിൽ പോയിട്ട് അമ്മയും മകനും കൂടി ഈ വാസ്കോ ഡി ഗാമ എന്ന പാട്ടിനും അതുപോലെ മറ്റു പാട്ടുകൾക്കൊക്കെ താളം തുള്ളുന്നത് കണ്ടപ്പോൾ അതൊരു ആഘോഷ മൂഡിലുള്ള ഒരു ഫിലിമാണ് ആ ഒരു സിനിമ എന്നതുകൊണ്ട് തന്നെ ചിത്രം ഇനിയും ഒരുപാട് നാൾ ഹിറ്റ് ചാർട്ടിൽ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ 25 ദിവസം അടിക്കുന്ന റിലീസ് ചിത്രങ്ങളുടെ, ഈ അടുത്ത കാലത്തുള്ള റിലീസ് ചിത്രങ്ങളുടെ ഒരു ഘടകം നോക്കുകയാണെങ്കിൽ ഈ സിനിമയായിരിക്കും 25 ദിവസം പൂർത്തീകരിച്ച് സിൽവർ ജൂബിലി അടിച്ച് വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുക എന്നാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഒരുപാട് സിനിമകൾ ഇനി വരാനിരിക്കുന്നത്. ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പല നടന്മാരുടെയും ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ